പക്ഷേ നമ്മുടെ ജമാഅത്ത് ഇസ്ലാമി ആരാണ്, എന്താണ് എന്നൊക്കെ കേരളത്തിന് നന്നായിട്ട് അറിയാം. ഇത്ര കാലവും CPM പറഞ്ഞുകൊണ്ടിരുന്നത് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു സഹകരണവുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാലക്കാട് രാഹുലിൻ്റെ വിജയത്തിൽ പോലും ജമാഅത്ത് ഇസ്ലാമിക്കും SDPIക്കും പങ്കുണ്ട് എന്ന വളരെ ശക്തമായ ആക്ഷേപവുമായിട്ടാണ് CPM രംഗത്ത് വന്നത്. പരാജയത്തെ ന്യായീകരിക്കാനും അവരുടെ വീഴ്ചകൾ മറയ്ക്കാനും ഒക്കെയായിട്ട് നമുക്ക് ആ ആരോപണത്തെ കാണാമെങ്കിലും ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഇതിനെ സംബന്ധിച്ചൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. എന്താണ് മാഷേ ജമാഅത്ത് ഇസ്ലാമിക്ക് പറയാനുള്ളത്? അവർ പറഞ്ഞത് എന്താ? ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ, അവർക്ക് സംസ്ഥാന അമീർ എന്നാണ് പറയുക, അവരുടെ ഏറ്റവും വലിയ പദവിയിലിരിക്കുന്ന ആൾ, സ്റ്റേറ്റിലായാലും അഖിലേന്ത്യാ തലത്തിലായാലും അമീർ എന്നാണ് പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന അമീർ, ഇപ്പോഴത്തെ അമീർ P. മുജീബ് റഹ്മാനാണ്. മുജീബ് റഹ്മാൻ്റെ പത്രസമ്മേളനം നടന്നിട്ടുണ്ട് ഇന്നലെ. അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 30 കൊല്ലമായി, 3 പതിറ്റാണ്ട് കാലമായിട്ട് CPM-ഉം ഞങ്ങളും തമ്മിൽ ജെന്റിൽമാൻസ് എഗ്രിമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മാന്യന്മാർ തമ്മിലുള്ള കരാറാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഒന്നും ഞങ്ങൾ നാട്ടുകാരോട് പറയാറില്ല. അത് വസ്തുതയാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും ബന്ധുത്വവും ഒക്കെ ഉണ്ട്. ഞങ്ങളെ കാണാൻ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്, മുഖ്യമന്ത്രിയെ കാണാൻ ഞങ്ങൾ പോയിട്ടുണ്ട്. മുഖ്യമന്ത്രി മീൻസ് CPM നേതാവ് അതാത് കാലത്തെ. അതെ. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയനോട് വിശേഷിച്ചും ഞങ്ങൾക്ക് വല്ലാത്ത അടുപ്പമുണ്ട്. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ കാണിക്കുന്നത് എന്താണ്? ഒരു തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്തൊരു, സത്യത്തിൽ പാലക്കാട് സീറ്റിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അതെ, അവരുടെ സീറ്റല്ലല്ലോ, CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെയോ സീറ്റല്ല, BJP-യുടെ. 2006 മുതൽ തുടർച്ചയായിട്ട് അത് കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റാണ്. അവിടെ കുറച്ച് ഭൂരിപക്ഷത്തിന് ജയിച്ചു. പക്ഷേ ഇക്കൊല്ലം ഈ തവണ ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി തലകുത്തി മറിഞ്ഞ് എല്ലാ തരത്തിലുള്ള അടവുകളും എല്ലാ വൃത്തികെട്ട നീക്കങ്ങളും നടത്തി പരാജയപ്പെട്ടപ്പോൾ അതിനുള്ള കുറ്റം ജമാഅത്ത് ഇസ്ലാമിയിൽ ചാരുകയാണ്. ഇതിലിപ്പോൾ മുജീബ് റഹ്മാൻ പറയുന്നതിൻ്റെ ന്യായങ്ങൾ നമുക്ക് വേറെ പരിശോധിക്കാം. പക്ഷേ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം, ഈ ജമാഅത്തിന് ഇല്ലാത്ത പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് പിണറായി വിജയൻ. കഴിഞ്ഞ കുറേ കാലമായി ചെയ്യുന്നൊരു പണിയാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോട് പിണറായി വിജയനോ CPM-നോ ചെറിയ വിയോജിപ്പ് തോന്നിയാൽ ഉടനെ പറയുന്ന തെറിപ്പദമാണ് ജമാഅത്ത് ബന്ധം. അങ്ങനെ ഇല്ലാത്തൊരു സാധനം. സത്യത്തിൽ കേരളീയ മനസ്സിലും കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ഈ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും സ്വാധീനമുള്ള ഒരു സംഘടന അല്ല ജമാഅത്ത് ഇസ്ലാമി. ഒരു വാർഡിൽ നിന്നാ ജയിക്കാവുന്ന വാർഡുകൾ കേരളത്തിൽ ഇതാ ഒരു കയ്യിൽ തികച്ച് എണ്ണാൻ ഉണ്ടാവില്ല അവർക്ക്. അല്ല, കൂടി മീൻസ് ഒരു അങ്കുലി പരിമിതം എന്ന് പറയില്ലേ, പറഞ്ഞാൽ കൂടിയാൽ 10. ഒറ്റക്ക് ജമാഅത്ത് ഇസ്ലാമി നിന്നാൽ കേരളത്തിലെ മറ്റു മുന്നണികളോടൊക്കെ സത്യസന്ധമായിട്ട് ഉള്ളവർ അവർ തന്നെ അത് സമ്മതിക്കും. മറ്റു മുന്നണികളോടൊന്നും ചാരി നിൽക്കാതെ ഒറ്റക്ക് മത്സരിച്ചാൽ കേരളത്തിലെ 1000-ഓളം പഞ്ചായത്തുകളിലെ എന്തൊക്കെ പറഞ്ഞാലും ആ വാർഡുകളിൽ എവിടെയെങ്കിലും ഒന്ന് ഒറ്റക്ക് ജയിക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10 വാർഡിൽ കൂടുതൽ കാണില്ല. അത്ര ദുർബലമായൊരു സംഘടനയാണ്. മാത്രമല്ല, അവരെ ഒറ്റപ്പെടുത്തിയത് അവരുടെ മതത്തോടും രാഷ്ട്രീയത്തോടുമുള്ള അവരുടെ നിലപാട് കൊണ്ടാണ്. അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ പെരുമാറ്റം, അവരുടെ വർത്തമാനം, അവർ ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ, അതുകൊണ്ടൊന്നും ആളുകൾ അവരെ വെറുക്കൂല. ഈ ആശയപരമായ അവരുടെ ആശയം പക്ഷേ കൃത്യമായിട്ട് അറിയാം. മതവിശ്വാസികൾക്കൊക്കെ ഇസ്ലാമിക രാഷ്ട്രവാദികളാണെന്ന് അറിയാം. എന്തുകൊണ്ട് അറിയാമെന്ന് വെച്ചാൽ ഒരു ഘട്ടത്തിൽ അവർ വളരെ പരസ്യമായി അത് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ്. എന്നുവെച്ചാൽ ഈ ഇസ്ലാമിക ഭരണമാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം വരാത്ത കാലത്തോളം മറ്റേതൊരു ഭരണക്രമവും ദൈവദോഷമാണ്, ദൈവത്തിനെതിരാണ്, ഇസ്ലാമിനെതിരാണ്. അതുകൊണ്ട് അള്ളാഹുവിന് നിരക്കാത്തതാണ് ജനാധിപത്യം. ആ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ചെയ്യാൻ പാടില്ല, മത്സരിക്കാൻ പാടില്ല, രാഷ്ട്രീയ പാർട്ടികളിൽ അംഗത്വം. കാലത്ത് സർക്കാർ ജോലി പോലും അവർക്ക് അല്ല, വിദ്യാഭ്യാസം പാടില്ല, ഉദ്യോഗം പാടില്ല, വക്കീലാവാൻ പാടില്ല, ജഡ്ജി ആവാൻ പാടില്ല. കഴിയുമെങ്കിൽ കോടതികളിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു കേസിൽ പെട്ടുപോകരുത്, പോലീസ് സ്റ്റേഷനിലോ കോടതികളിലോ എത്താനിടയാക്കരുത്. കാരണം ഈ കോടതി ഒന്നും ന്യായമല്ല, ശരീഅത്ത് കോടതി അല്ലല്ലോ. ഇസ്ലാമിക ശരീഅത്തല്ലാത്ത ഒരു നിയമം, കൃത്യമായ ഒരു മതബോധനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മതരാഷ്ട്ര, അതുപോലെയുള്ള വളരെ തലതിരിഞ്ഞ മീൻസ് ഒരു കാരണവശാലും ഒരു സാധാരണ ഇന്ത്യക്കാരന് ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്ലാമിലേക്ക് ആർക്കും കടന്നു വരാം. ഇസ്ലാമിലേക്ക് ആളുകളെ കൂട്ടാനുള്ള പദ്ധതികളും ഏജൻസികളും പണവും ഒക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ കയ്യിലുണ്ട്. മറ്റ് സംഘടനകൾക്കുണ്ട്, ജമാഅത്ത് ഇസ്ലാമിക്ക് കൂടുതലുണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകം മുഴുക്കെ ഫണ്ട് ശേഖരിക്കാൻ
പല ഇസ്ലാമിക രാജ്യങ്ങളുടെയും ചെലവിൽ അവരുടെ ശമ്പളത്തിലാണ് ഇവിടെ പല അറബി കോളേജുകളും നടക്കുന്നത്. അവിടെ പണിയെടുക്കുന്ന ശമ്പളം കൊടുക്കുന്ന അവിടുന്ന് ജോലി ഇവിടെയും. രണ്ടാമത്തെ ഒരു കാര്യം, ഇസ്ലാമിലേക്ക് ആർക്കും കടന്നു വരാം. ഇസ്ലാം മതം ആർക്കും പുൽകാം, അത് മഹത്തായ കാര്യമാണ്, അവൻ്റെ മോചന മാർഗമാണ്. എന്നാൽ ഇതേ സ്വാതന്ത്ര്യം ജനാധിപത്യ രാജ്യത്ത് ഈ ഇസ്ലാമായ ഒരാൾ തിരിച്ച് സ്വീകരിച്ചാൽ, എനിക്ക് ഹിന്ദു മതമാണ് ശരി, അല്ലെങ്കിൽ ക്രിസ്തു മതമാണ് ശരി, ബുദ്ധമതമാണ് ശരിയും തോന്നിയിട്ട് ഞാൻ ഇറങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ മതങ്ങളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു പോയാൽ പോലും അവനെ മുർത്തദ് എന്ന് വിളിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതഭ്രഷ്ടൻ. മതഭ്രഷ്ടന്റെ ശിക്ഷ മറ്റൊന്നുമല്ല, വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നുമല്ല, അയാൾ കൊല്ലപ്പെടേണ്ടയാളാണ്. ഇങ്ങനെയുള്ള മനുഷ്യവിരുദ്ധവും ദേശവിരുദ്ധവും മതവിരുദ്ധവും എന്ന് തന്നെ ഞാൻ പറയട്ടെ. അങ്ങനെ ഒരു ഇസ്ലാമിനെ അവതരിപ്പിച്ചതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒറ്റപ്പെട്ടു പോയവരാണ് ജമാഅത്തെ ഇസ്ലാമി. ഇങ്ങനൊരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചത്, അതായത് മാഷേ മൗലികവാദം അവരെ കൊണ്ട് എത്തിച്ചത് ഇങ്ങനൊരു അവസ്ഥയിലാണ്. രണ്ടാമത്തെ കാര്യം, ഇത് മതത്തിന്റെ കാര്യം. രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ അവരുടെ രാഷ്ട്രീയം ഇന്ത്യക്കോ പാകിസ്ഥാനോ സ്വീകാര്യമായിട്ടില്ല. പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം വേണം എന്നാണ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം, ജിന്നക്ക് പരമാധികാരിയായി ഭരിക്കാവുന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം വേണം. അത് തന്നെയും എ സെപ്പറേറ്റ് മുസ്ലിം സ്റ്റേറ്റ്, ഒരു വേറിട്ട മുസ്ലിം രാഷ്ട്രം, ഇൻ ഓർ ഔട്ട് ഓഫ് ഇന്ത്യ. അത് ഇന്ത്യക്കകത്തായാലും പുറത്തായാലും മതി, ഞങ്ങൾക്കിത് വെട്ടിമുറിച്ച് പോകണമെന്നൊന്നും ആഗ്രഹമില്ല എന്ന് പറഞ്ഞാണ്. അതാണ് ലാഹോർ പ്രമേയം, പാകിസ്ഥാൻ പ്രമേയത്തിന്റെ വാക്യം അതാണ്. അവിടെ അത്രയേ ഉള്ളൂ, ജിന്നക്ക് ഭരിക്കാൻ, പരമാധികാരിയായിട്ട് ഭരിക്കാൻ ഒരു സംവിധാനം ഉണ്ടാവണം. അത് നെഹ്റുവും ഇന്ത്യയും ഒരുമിച്ച് നിന്നാലും സാധ്യമല്ല എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൂടി അതിനകത്തുണ്ട്. പക്ഷേ അങ്ങനെ ഒരു രാജ്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ജിന്ന ഒരു കാര്യം തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് നടപ്പാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അദ്ദേഹം അത് ചെയ്തു കഴിഞ്ഞു. ബ്രിട്ടീഷുകാർ കൃത്യമായി ഡിവൈഡ് ആൻഡ് റൂൾ പ്രിൻസിപ്പിൾ എടുക്കുകയും ചെയ്തു. പാകിസ്ഥാൻ വന്നപ്പോൾ ആദ്യം ചെയ്യുന്നത് മൗലാന മൗദൂദിയാണ്. നമുക്കൊരു രാജ്യം കിട്ടിയല്ലോ, നമുക്കിനി ഇസ്ലാമിക രാഷ്ട്രമാക്കി കളയാം, നമുക്ക് കിട്ടിയെന്നോ എന്നാണ് അത് ജിന്ന ചോദിച്ചത് തിരിച്ച്. അതുകൊണ്ട് ആ പണി അവിടെ ഇരിക്കട്ടെ. ഇന്ത്യ സെക്യുലർ ആണെങ്കിൽ, ഇന്ത്യ ഡെമോക്രാറ്റിക് ആണെങ്കിൽ നമ്മളും സെക്യുലർ ഡെമോക്രാറ്റിക് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ജിന്നയുടെ കാലം തൊട്ട് ഏത് കാലം വരെ, സമീപകാലം 1980 സിയാവുൽ പട്ടാള അട്ടിമറി വരുന്നത് വരെ പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമല്ല, ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പാകിസ്ഥാനിൽ തള്ളിക്കളഞ്ഞതാണിത്. പിന്നെ അവിടെ കാണിച്ചത് അതിൻ്റെ ഫ്രസ്ട്രേഷനാണ്. അവിടുത്തെ ആരോടാ അവർ പൊരുതിയത്? പാകിസ്ഥാനിലെ ഇസ്ലാമിക മതന്യൂനപക്ഷങ്ങളോടാണ്. പാകിസ്ഥാനിലെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും അല്ല, ഇസ്ലാമിക മതന്യൂനപക്ഷങ്ങളായ അഹമ്മദിയാക്കളോടാണ് കൂട്ടക്കൊല നടത്തിയത്. അതാണ് ജസ്റ്റിസ് മുനീർ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു പാകിസ്ഥാൻ തള്ളിക്കളഞ്ഞു, ഇന്ത്യ എന്നോ തള്ളിക്കളഞ്ഞു. അപ്പൊ രാഷ്ട്രീയമായും മതപരമായും ബംഗ്ലാദേശിന്റെ വിമോചനത്തിൽ പോലും കലാശിച്ചത് ഇവരുടെ ഈ നിലപാടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ബംഗ്ലാദേശിൽ പോലും ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെയും അദ്ദേഹത്തിന്റെ മകള് ഇപ്പോഴത്തെ ഈ നിഷ്കാസിതയായ നമ്മുടെ പ്രധാനമന്ത്രി ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീന. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രഭാവത്തിന് മുമ്പിൽ ഇവരൊന്നും ആയിട്ടില്ല. ഇവരിങ്ങനെ ഒരു കൊച്ചു പ്രതിപക്ഷ കക്ഷിയൊക്കെ ആയിട്ട് പലപ്പോഴും ഈ പിന്തിരിപ്പൻ നടപടിക്രമങ്ങൾ അതൊഴിച്ചാൽ, കലാപം ഉണ്ടാക്കുന്നു എന്നുള്ള ഒഴിച്ചാൽ, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ പാകിസ്ഥാനിലോ ഇന്ത്യയിലോ ബംഗ്ലാദേശിലോ അവർക്ക് പിടിയില്ല. രാഷ്ട്രീയമായി ഔട്ടാണ് അവർ. ജമ്മു കാശ്മീരിൽ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ സ്വഭാവമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഒഴിച്ചാൽ അതും ഇപ്പോ ഏതാണ്ട് ഒരുപാട് പിൻവാങ്ങി ഇലക്ഷനൊക്കെ മത്സരിക്കുകയും. ഇങ്ങനെ ഒരു ജമാഅത്തെ ഇസ്ലാമിയെ എന്തിനാണ് ഇല്ലാത്തത്? ആകെ നടത്തുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ അഷ്ടിക്ക് വക എന്ന നിലയിൽ കുറച്ച് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആളുകളും ജീവനക്കാരും അതുമായിട്ട് ജീവിക്കാനുള്ള മാധ്യമങ്ങളാണെങ്കിൽ നമ്മുടെ കുറേ ബുദ്ധിജീവികളെയൊക്കെ കയ്യിലെടുക്കാനും സ്വാധീനിക്കാനും അവസരം കൊടുക്കാനും ഒക്കെ പറ്റും. അവരെ വിലക്കെടുത്ത് കൊണ്ടു നടക്കുന്നുണ്ട്. മാധ്യമം പത്രം ഉണ്ടാക്കിയ സ്വാധീനം പോലെ തന്നെയാണ് മീഡിയ വണ്ണം. ഒരു സംഭാവന, മൗലികമായ അവരുടെ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യ മനസ്സിൽ വിഭാഗീയതയും വർഗീയതയും ഉണ്ടാക്കുക തന്നെയാണ്. ഇങ്ങനെ ഒരു കൂട്ടരുണ്ട് എന്നതിന് അവരോട് സ്വീകരിക്കാവുന്ന, അവരോട് കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം സ്വീകരിച്ച സമീപനം എന്താണ്? അവരെ ഇഗ്നോർ ചെയ്യലാണ്. അവരോട് പാകിസ്ഥാൻ എന്ന രാജ്യം സ്വീകരിച്ച നയം എന്താണ്? ഇഗ്നോർ ചെയ്യലാണ്. അവരോട് മുഖ്യധാര രാഷ്ട്രീയവും സ്വീകരിക്കേണ്ട സമീപനം എന്താ? ഇഗ്നോർ ചെയ്യലാണ്. അതിന് പകരം എവിടെയെങ്കിലുമൊക്കെ തൽക്കാലം നമുക്ക് 4 വോട്ട് കിട്ടുമെന്ന് കണ്ടാൽ അവരുമായിട്ട് കരാറുണ്ടാക്കുക, അവരെ മുന്നണിയിൽ ചേർക്കുക. അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസരവാദമാണ്. അവർ പതുക്കെ മൂല്യം നോക്കി, വ്യക്തികളുടെ മൂല്യം നോക്കി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ചെയ്തു കൊള്ളട്ടെ, വേണമെന്നോ വേണ്ട എന്നോ പറയേണ്ട കാര്യമില്ല, ജനാധിപത്യമല്ലേ. അത് കഴിഞ്ഞിട്ട് അവർ എന്ത് വെച്ചാൽ ഓരോ മുന്നണിക്ക് പരസ്യമായി പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു. കൊടുത്തുകൊള്ളട്ടെ. നാട്ടിൽ ഏത് വ്യക്തിക്കും പ്രസ്ഥാനത്തിനും ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ. വി ജസ്റ്റ് ഡോണ്ട് കെയർ എന്നാണ് പറയേണ്ടത്.
അതിന് പകരം അവരെ അന്ന് മുതൽ വാഴ്ത്തി കൂടെ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? ഇടയ്ക്ക് മാറി മാറി UDF-നും LDF. ഇപ്പോൾ UDF-നാണ് എന്ന കാരണത്താലാണ്. അത് കഴിഞ്ഞിട്ട് അവർ സ്വന്തം പാർട്ടി ഉണ്ടാക്കി, പച്ച പിടിച്ചു. കേരളത്തിൽ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അഗണ്യകോടിയിലാണ്. ഒരു ചലനം ഉണ്ടാക്കാൻ ആരും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. ആവശ്യമില്ലാത്ത പിന്തുണയും പ്രാധാന്യവും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. കേരളത്തിലെ മാധ്യമരംഗത്ത് അവർ ചെലുത്തുന്ന സ്വാധീനം അങ്ങേയറ്റം നെഗറ്റീവാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത്? എക്സ്പോസ്ഡ് അല്ലേ? അതെ, മാധ്യമത്തിന് അത്ര എക്സ്പോസ്ഡ് ആയിരുന്നില്ല. കടുത്ത വർഗീയതയല്ലാതെ അവർക്ക് കേരളത്തോടൊന്നും പറയാനില്ല എന്ന് ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ. പിന്നെ വർഗീയവാദം പരത്തുമ്പോഴും അതിനിടയിൽ മേമ്പൊടിക്ക് വാർത്തകളുണ്ടാവും. ആ വാർത്തകളൊക്കെ തന്നെ അവരുടെ ഒരു ആംഗിളിലാണ് അത് കാണിക്കുക. ഇത് വളരെ പ്രകടമാണ്. അതുകൊണ്ട് പിണറായി വിജയനെ പോലുള്ള അവര് പോലും ഒരുപാട് മാറ്റം വരുത്തി. പണ്ട് തൃശ്ശൂർ പൂരത്തിന്റെ ഒന്നും പടം കൊടുക്കില്ല, ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ അവർ ഒന്നാം പേജിൽ തൃശ്ശൂർ പൂരത്തിന്റെ മാത്രമല്ല ലോക്കലായിട്ടുള്ള ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അതൊക്കെ ഞാൻ പറഞ്ഞത്, അത് ഒന്ന് കച്ചവടമാണ്, രണ്ട് അവസരവാദമാണ്, അവരുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി കളിക്കുന്ന കളികളാണ്. ഇതിനകത്ത് ഞാൻ എൻ്റെ ആക്ഷേപം ജമാഅത്തെ ഇസ്ലാമിയോടല്ല. അവരിതൊക്കെയാണ് ചെയ്യുക, ഇതൊക്കെ ചെയ്യൂ. പക്ഷേ ഈ CPM എന്താ മാഷേ? CPM ആവശ്യമില്ലാത്ത, ഒന്നാമത്തെ കുറ്റം CPM ചെയ്യുന്നത് ആവശ്യമില്ലാത്ത ഇമ്പോർട്ടൻസ് അവർക്ക് നേടിക്കൊടുക്കുന്നു. ഒന്നാമത് വേണ്ടടുത്തും വേണ്ട അടുത്തടുത്തും ജമാഅത്തെ ഇസ്ലാമി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കുറ്റം, അവരോട് കരാറുണ്ടാക്കാൻ പോകുന്നു. എത്ര ചിലപ്പോൾ നിസ്സാര വോട്ടുകൾക്ക് ചില മണ്ഡലങ്ങളിൽ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞേക്കും. തോറ്റെങ്കിൽ തോൽക്കട്ടെ. എന്തിനാണ് ഈ കളങ്കം ഉണ്ടാക്കുന്നത് ഇത്തരക്കാരോട്? ഇവരാരാണെന്ന് നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അവരോട് ചർച്ച ചെയ്യാൻ പോയി എന്നത് പോലും വലിയ വാർത്തയാണല്ലോ. ധാരണയുണ്ടാക്കിയതാണ് അതിലെ ധാരണയുണ്ടാക്കി ചർച്ച ചെയ്യാൻ പോയി, അതൊക്കെ വലിയ പാപം. എന്നിട്ട് അതിന്റെ പുറമെ എന്നാ പിന്നെ ഏതെങ്കിലും കാലഘട്ടത്തിൽ അങ്ങനെ അബദ്ധം ചെയ്തു പോയി, ഒരു ദേഷ്യം വരുമ്പോൾ അതൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഇപ്പൊ തിരിച്ചും വിളിച്ചു പറയില്ലേ? അതെ, ദേഷ്യം വരുമ്പോൾ ജമാഅത്തുകാരൻ, ഇപ്പോൾ മുസ്ലിം ലീഗ് ജമാഅത്തിന് വഴങ്ങിയിരിക്കുന്നു, സാദിഖ് അലി തങ്ങളെ നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണെന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ ലീഗ് പറയാൻ മിതമായിട്ടേ പറയുള്ളൂ. കുറച്ച് മര്യാദ ഉണ്ടാവും. ജമാഅത്തെ ഇസ്ലാമി ഇതാ പച്ചക്ക് പറഞ്ഞു. ആർക്കാ ദോഷം? വടി കൊടുത്ത് അടി വാങ്ങി. ആർക്കാ ദോഷമുള്ളത്? CPM-നും ഇടതുപക്ഷത്തിനാണ് ദോഷം. പിണറായി വിജയന് ഇതൊക്കെ ആലോചിക്കാനുള്ള സെൻസ് ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ PR ഏജൻസി എങ്കിലും ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും എന്ന് ഈ സമയത്ത് എനിക്ക് പറയാൻ തോന്നുന്നു. എന്തായാലും അത് CPM നന്നായിട്ട് ചിന്തിക്കട്ടെ, ചിന്തിച്ച് വിവേകപൂർവ്വം പെരുമാറട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. യെസ്.